നമ്മുടെ ഇടയിൽ നിന്നും നമുക്ക് വേണ്ടി സേവനം ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധി. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനും പ്രതിഷേധിക്കാനുമുള്ള അധികാരം നമുക്കുണ്ട്. ഒരിക്കലും നേതാവ് നന്നായാൽ മാത്രമേ രാജ്യം നന്നാവൂ എന്ന് പറയുന്നത് മാത്രം ശരിയല്ല. നേതാവിനോടൊപ്പം ജനങ്ങളും നന്നാവണം. ജനങ്ങളുടെ ചിന്താഗതികൾക്കും മാറ്റങ്ങൾ ഉണ്ടാവണം. 2009 ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട ഒരു പ്രധാന പ്രശ്നമുണ്ട്. കള്ള വോട്ടുകൾ കൂടുന്നു. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. ഒരുപാട് വ്യക്തികൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. അത് പിന്നീട് കള്ള വോട്ടുകളായി മാറുന്നു. ഇതിന് ചെറുക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പുതിയ വോട്ടിംഗ് പ്രക്രിയ മാത്രമാണ് നോട്ട അഥവാ നിഷേധ വോട്ട്. നിങ്ങൾക്ക് ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളിൽ ആരോടും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിനായി ഉൾപ്പെടുത്തിയ ഒരു ഓപ്ഷൻ മാത്രമാണ് നോട്ട അഥവാ നൺ ഓഫ് ദി അബവ്. പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് നോട്ടയുടെ വോട്ടിംഗ് റേറ്റ്സ് കൂടുതലാണെങ്കിൽ അവിടെ റീ ഇലക്ഷൻ ഉണ്ടാകുമെന്ന്. എന്നാൽ അത് അങ്ങനെയല്ല. അതിനു താഴെ ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ടുകൾ കൂടുതൽ അവരായിരിക്കും വിജയി. നോട്ട വെറും ഒരു അഭിപ്രായം മാത്രമാണ്. അത് ഇതുവരെ ഒരു ജനവിധിയായി മാറിയിട്ടില്ല. ഇന്ത്യയിൽ നോട്ട നിലവിൽ വരാൻ ഹർജി നൽകിയ സംഘടന പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് അഥവാ PUCL. ഒരു മനുഷ്യന്റെ ആദ്യത്തെ കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അവൻ സ്വയം ചിന്തിക്കുക എന്നാണ്. ഒരു ചൊല്ലുണ്ട്, എ വോട്ടിംഗ് ബാലറ്റ് ഇസ് സ്ട്രോങ്ങർ ദാൻ എ ബുള്ളറ്റ്. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക. 2024 ലോക്സഭ ഇലക്ഷന്റെ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ താഴെ കാണുന്ന ലിങ്കിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി ഫോളോ L4 Land.